ഹലോ മങ്സ്, വെൽക്കം ടു ക്രിപ്റ്റോ മങ്കി. അപ്പോൾ നിങ്ങൾ കുറേ പേര് അറിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ ഹാംസ്റ്റർ കോമ്പറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് വഴി പുതുതായിട്ട് കുറച്ച് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. മെയിനായിട്ട് ഈ പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്ന സെക്ഷനാണ്. അത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ഇവിടെ മേലെ കാണുന്ന ഈ കീ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആക്സസ് ചെയ്യാം. ഗോ ടു ഗെയിംസ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നേരെ ഈ ഒരു ഗെയിം സെഷനിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കുറച്ച് പേര് കളിച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ഗെയിം. കുറേ പേർക്ക് കീ കിട്ടുന്നുണ്ട്, കുറേ പേർക്ക് കീ കിട്ടുന്നില്ല എന്ന് പറയുന്നു. ഞാൻ കളിച്ച് നോക്കി, എനിക്ക് കീ കിട്ടുന്നില്ല, എനിക്ക് ആഡും കാണുന്നില്ല, നിറച്ച ആഡാണെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ആഡൊന്നും കാണുന്നില്ല. കുറേ പേർക്ക് നിൽക്കാൻ കൂടി പറ്റാത്തത്ര ആഡെന്ന് പറയുന്നുണ്ട്. സോ ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്, ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന പ്രകാരം മോർ ഗെയിംസ് കമ്മിങ് സൂൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇനിയും ഇതിലേക്ക് ഗെയിംസ് ആഡ് ചെയ്യുന്നു, അതിലേക്ക് കീസ് അതുവഴി കൊടുക്കാനുള്ള പ്ലാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ഈ കീ ഒരു അവിഭാജ്യ ഘടകമായി മാറാൻ തന്നെ ചാൻസ് ഉണ്ട് എയർ ഡ്രോപ്പിൽ. പക്ഷേ ഇവിടെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, അതായത് ഈ ഒരു സംഭവം വരുന്ന വഴി കുറേ പ്ലെയേഴ്സ് നിർത്തിപ്പോവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് കുറേ ഗെയിം കളിക്കണം, അപ്പോൾ സമയമുണ്ടാവില്ല. സോ ആ കേസൊക്കെ പറഞ്ഞ് കുറേ പ്ലേയേഴ്സ് നിർത്തിപ്പോവും. അങ്ങനെ കുറേ ആൾക്കാരെ ഇതിൽ നിന്ന് ഒഴിപ്പിക്കാൻ പറ്റും, അതായത് എയർ ഡ്രോപ്പിൽ നിന്ന് അവരെ ഡിസ്ക്വാളിഫൈ ആക്കാൻ പറ്റും, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാനുള്ള ചാൻസ് ഉണ്ടാവും. ഓൾറെഡി കീ അവർക്ക് നമുക്ക് ഡെയിലി വരുന്ന ഒരു ചെറിയൊരു മിനി ഗെയിം വഴി നമുക്ക് എല്ലാ ദിവസവും കിട്ടാറുണ്ട്. ഇപ്പോൾ അഡീഷണലി കീ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഗെയിം കളിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, നിങ്ങളുടെ ടൈമാണ് ഇവിടെ കൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്താണ് റിവാർഡ് കിട്ടുന്നത് എന്നൊരു ഐഡിയയും ഇല്ല. അതായത് ഇതുവഴി എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, എത്ര പെർസെൻറ്റേജാണ് എയർ ഡ്രോപ്പ് എന്നൊന്നും ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അവരുടെ ടോക്കണോമിക്സിൽ ഇപ്പോൾ നോട്ട് കോയിൻ കൊടുത്ത പോലെ 90% അല്ലെങ്കിൽ 100% കമ്മ്യൂണിറ്റിയോ അങ്ങനെ ഒരു രീതിക്കല്ല ഇവർ കൊടുക്കാൻ പോണതോ, അല്ലെങ്കിൽ 1% ആണോ, ഒന്നും ഇതുവരെ നമുക്ക് അറിവായിട്ടില്ല. സോ അങ്ങനത്തെ ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട ടൈം, അതായത് നിങ്ങൾക്ക് പഠിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതായിരിക്കാം, അങ്ങനത്തെ ഓരോ വിലപ്പെട്ട ടൈം നിങ്ങൾ ഇതിൽ കളിച്ച് കളയണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് ബാക്കി ഇഷ്ടംപോലെ എയർ ഡ്രോപ്പുകളുണ്ട്, ഇതുപോലെ അധികം ടൈം കളയാതെ വളരെ കുറച്ച് ചുരുങ്ങിയ ടൈം മാത്രം കളയുന്ന ഫാമിംഗ് പ്രൊജക്റ്റുകളുണ്ട്. അതിലൊന്നാണ് നമ്മൾ ഇന്നലെ ഇട്ടുണ്ടാകുന്ന ഒരു ബിഗ് പ്രൊജക്റ്റ്, അക്കീനാക്കി എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ചെയ്യാം. വളരെ തുച്ഛമായ ടൈം മാത്രം മതി. ആകെ 1.5 മണിക്കൂർ കൂടുമ്പോൾ 5 പ്രാവശ്യം എടുത്ത് വെറുതെ ഫാം ചെയ്യുന്ന പരിപാടിയുള്ളൂ. സോ അതിലേക്ക് ഇങ്ങനത്തെ ഒരു ഗെയിം വരുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി കീ മറ്റോണം കണക്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഡെയിലി ആ ഒരു ക്യാൻഡിൽ മൂവ് ചെയ്യുന്ന മിനി ഗെയിം വഴി കളക്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുവഴി കളക്ട് ചെയ്താൽ മതി. അല്ലാതെ ഇത് കളക്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇനി ഇത് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ഗെയിം ഇത് നെക്കി കഴിഞ്ഞ് നേരെ പ്ലേ നെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോകും. ഈ ബൈക്ക് റൈഡ് 3D ഇൻ ഹാംസ്റ്റർ ഫാം എന്ന് പറഞ്ഞൊരു ഗെയിമിലേക്കായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലേ സ്റ്റോറിലേക്ക് റീഡയറക്റ്റ് ആവുക. അവിടെ നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്യണം. ആ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 200 MB സംതിങ് ആണ് ഉണ്ട്. ഇപ്പോൾ 100 million+ ഡൗൺലോഡ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഞാനൊക്കെ റേറ്റിംഗ് കൊടുക്കാൻ പറയുമ്പോൾ ഞാനൊക്കെ 1 റേറ്റിംഗ് ആണ് കൊടുത്തത്. 0 ആണെന്നുണ്ടെങ്കിൽ 0 കൊടുക്കായിരുന്നു. 1 റേറ്റിംഗ് ആണ് ഞാൻ കൊടുത്തത്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേറ്റിംഗ് നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ എന്തായാലും ഇങ്ങനത്തെ ഓരോ ഓപ്ഷൻസ് കൊണ്ടുവരുമ്പോൾ അവർക്കാണ് റിവാർഡ് കിട്ടുന്നത്. കാരണം ഒരുപാട് ആഡ് ഉണ്ടെന്ന് പറയുന്നു. സോ ആഡ് വഴി അവർക്ക് തന്നെയാണ് ഇതിലൂടെ റിവാർഡുകൾ കിട്ടുന്നത്. സോ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ ഗെയിം ഒന്ന് ഓപ്പൺ ആയി വരുമ്പോൾ, ഒരു സെക്കൻഡ് ഞാനിതിൻ്റെ ഒന്ന് മ്യൂസിക് എവിടെയെങ്കിലും കൊടുക്കാൻ പറ്റും നോക്കാം. ഇവിടെ എവിടെയെങ്കിലും സെറ്റിങ്സിൽ പോയിട്ട് ഓക്കെ, മ്യൂസിക് ഓഫ് ചെയ്തു. ഓക്കെ, ഇതിൽ റിവാർഡുകൾ പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ കളിച്ച് ജയിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓരോ കീസ് കിട്ടും. ആ കീ എന്ന് പറയുന്നത് എങ്ങനെ കിട്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ ഓരോ പ്രാവശ്യം വിൻ ചെയ്യും തോറും നിങ്ങൾക്ക് ഇവിടെ ഒരു ഹാംസ്റ്ററിൻ്റെ ഇവൻറ്റ് കാണാൻ പറ്റും. ആ ഇവൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു റെഡ് ഡോട്ട് വരുന്നതാണ് പറയുന്നത്. ആ റെഡ് ഡോട്ട് വരുമ്പോൾ ഇവിടെ ഒരു കീ തെളിഞ്ഞ് വരും, ഒരു കോഡ്. ആ കോഡ് നിങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യണം, ഈ ഗെയിമിൽ വന്നതിന് ശേഷം ഇവിടെ പ്ലേ ഗ്രൗണ്ട് ഉണ്ടല്ലോ, ആ പ്ലേ ഗ്രൗണ്ടിൽ വന്നതിന് ശേഷം ആ കോഡ് ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓരോ കീ കിട്ടുമെന്നാണ് പറയുന്നത്. സോ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള കുറേ പേർക്ക് കീ കിട്ടിയെന്ന് പറയുന്നുണ്ട്. ഞാനൊരു 10 ഗെയിമോളം കളിച്ച് നോക്കി, 15 നല്ല 20 ഗെയിമോളം കളിച്ച് നോക്കി, 2 ഫോണും കളിച്ച് നോക്കി. പക്ഷേ എൻ്റെ കയ്യിൽ ആഡ്സ് ആയിട്ടൊന്നും വരുന്നില്ല, ആഡ് കാണാനോ അങ്ങനെ ഒന്നും വരുന്നില്ല. ഇപ്പോൾ എന്ത് നോക്കിയാലും, ഇപ്പോൾ ആഡ് കണ്ട് നിൽക്കുന്ന സംഭവം, ഇപ്പോൾ സ്വിച്ച് നിൽക്കി കഴിഞ്ഞാലും ആഡൊന്നും വർക്ക് ആവുന്നില്ല. സോ എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. സോ അങ്ങനെ വർക്ക് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ് കണ്ട് എന്തോ ബൈക്കൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ ഓരോ ബോക്സുകൾ വരുന്നുണ്ട്. അത് ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സൈക്കിൾസ് വരും. അതിങ്ങനെ മെർജ് ചെയ്ത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ സൈക്കിൾസിൻ്റെ ലെവൽ കൂട്ടാൻ പറ്റും. ഇപ്പോൾ ഇതുപോലെ ഓരോ എയർ ഡ്രോപ്പും വരും. പക്ഷേ ഇതുമ്പോൾ കയറ്റി നോക്കിയാലും എനിക്ക് ആഡൊന്നും വരുന്നില്ല. സോ അങ്ങനെ കണ്ട് നിങ്ങൾക്ക് ആഡ് കണ്ടിട്ടായാലും എന്തൊക്കെ സാധനങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാന്ന് പറയുന്നുണ്ട്. പിന്നെ ബോസിനോട് ഫൈറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് എന്തൊക്കെയോ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓപ്ഷൻസ് സെറ്റ് ചെയ്ത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഗെയിമിലേക്ക് വരാം. ഗെയിം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മേലായിട്ട് ലെവലാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന പോയിൻസും പിന്നെ ഇവിടെ കിട്ടുന്ന എന്തോ കാർഡ് വേറെ എന്താണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ഇവിടെ റേസ് എന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്ഥലം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്തേക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ സ്കിൻസൊക്കെ വാങ്ങുന്നതാണ്. നിങ്ങൾക്ക് കളിച്ചിട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ വെറുതെ ജസ്റ്റ് ഒന്ന് മാനേജ് ചെയ്താൽ മതി, റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും. ഞാനിപ്പോൾ ഇത് ഫുൾ ഗെയിം കളിക്കാൻ നിൽക്കുന്നില്ല. ഇതിപ്പോൾ ഓരോ ലെവൽ മാറുമ്പോഴും നിങ്ങൾക്ക് കുറച്ചുകൂടി ടഫായിട്ട് വരുന്നുണ്ടാവും. സോ ഇതൊന്നും എവിടെയെങ്കിലും ഒന്ന് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗെയിം ഫെയിലും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ഗെയിം നിങ്ങൾ കളിക്കണമെന്ന് നിർബന്ധം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നിങ്ങൾ വളരെ സീരിയസ് ഒക്കെ ആയിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കളിച്ചു, നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ കളിച്ചു.
അതുപോലെ കീ കിട്ടുന്നില്ല, അതുപോലെ നിങ്ങൾ ജയിച്ചിട്ടും കീ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ബഗ് ആയിരിക്കാം. അവർ പറഞ്ഞ പോലെ ഇതിനേക്കാളും ചിലപ്പോൾ കുറച്ചുകൂടി വേറെ ഗെയിംസ് ഒക്കെ വരാനായിട്ടുള്ള ചാൻസസ് വേറെ ഉണ്ടാവാം. അപ്പോൾ മാത്രം കളിച്ചാൽ മതി. സോ ഇതിൽ ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേറ്റിന് ഞാൻ പറയുന്നത് ഇനി ഗെയിംസ് വരുമ്പോൾ ഇതൊരു ക്രൈറ്റീരിയ ആയിട്ട് തന്നെ വരാൻ ചാൻസ് ഉണ്ട് ഈ കീ എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങൾ കളിച്ച് നിങ്ങളുടെ വിലപ്പെട്ട ടൈം കളയണ്ട എന്നാണ് അഭിപ്രായം. അങ്ങനെ വിലപ്പെട്ട ടൈം കളയാത്ത കുറേ പ്രൊജക്റ്റുകളുണ്ട്, അതൊക്കെ നിങ്ങൾ കളിക്കാൻ നോക്കുക. നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ടൈം അധികം കളയാതെ വളരെ സിമ്പിളായിട്ട് ഫാമിംഗ് പ്രൊജക്റ്റുകളുണ്ട്, ടാപ്പിംഗ് ഗെയിമിംഗ് അല്ലാത്ത കുറേ ഫാമിംഗ് പ്രൊജക്റ്റുകളുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ കൊണ്ടുവരും തോറും ഇവർക്ക് നല്ല രീതിയിൽ റവന്യൂ കൂടുന്നുണ്ട്. ഈവൻ ആ ആപ്പ് 100 മില്യൺ പ്ലസ് ഡൗൺലോഡ്സ് ഓൾറെഡി കഴിഞ്ഞു തന്നെ. അതിൻ്റെ ഒപ്പം തന്നെ ഈ ആപ്പിൻ്റെ ഉള്ളിലുള്ള ആഡ്സ് വഴി നിങ്ങൾക്കൊന്ന് വിചാരിച്ചാൽ മതി എത്രത്തോളം റവന്യൂ കിട്ടുന്നുണ്ടാവുന്നത്. അപ്പോൾ ഇനിയും ഇതുപോലെ പ്ലേ ഗ്രൗണ്ടിൽ ഇനിയും ഇതുപോലെ ഗെയിംസ് വരുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് പ്ലെയേഴ്സിനെ എലിമിനേറ്റ് തന്നെ ആക്കാന്നുള്ള ഒരു ഉദ്ദേശം തന്നെയായിരിക്കും അവർക്കുള്ളത്. സോ അതിൽ ചിലപ്പോൾ നിങ്ങൾ കുറേ പേരൊക്കെ എലിമിനേറ്റ് ആയി പോയേക്കാം. ഞാൻ ഈ 8 കീ എടുത്തിരിക്കുന്നത് ഞാൻ ദിവസം വരുന്ന ഇവിടെ കാണുന്ന മിനി ഗെയിം ക്ലിക്ക് ചെയ്തിട്ടുള്ള മിനി ഗെയിം പ്ലേ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഈ 8 കീ കിട്ടുന്നത്. സോ നിങ്ങൾക്കും അതുപോലെ വേണമെങ്കിൽ ആ ഗെയിം മാത്രം ആശ്രയിച്ചിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പ്ലേ ഗ്രൗണ്ടിൽ പോയിട്ട് നിങ്ങൾ കളിച്ച് ഈ കീസൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്രിപ്റ്റോ മങ്കി എന്ന് പറഞ്ഞ ചാനൽ. ഈ ചാനലിൽ നമ്മൾ ഓൾറെഡി പിൻ ചെയ്ത മെസ്സേജിൽ ഒത്തിരി അധികം പ്രൊജക്റ്റുകൾ ഇട്ടിട്ടുണ്ട്. സോ ഇതിൽ ഞാൻ എന്തായാലും സൂൺ തന്നെ അധികം വർക്ക് ചെയ്യുന്നില്ലാത്ത അല്ലെങ്കിൽ ഏറ്റവും നല്ല ടോപ്പ് ആയിട്ടുള്ള 5 or 10 പ്രൊജക്റ്റിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് കണ്ടുവേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏതൊക്കെ ഗെയിം കളിക്കണം എന്നുള്ളത്. പിന്നെ ഇതിൽ ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്. ഇതൊക്കെ നല്ല പ്രൊജക്റ്റുകളാണ്. വളരെ ഇങ്ങനെ ഇത്ര ടൈമൊന്നും ചിലവഴിക്കേണ്ടാത്ത കുറേ പ്രൊജക്റ്റ് ഉണ്ട്. വെറുതെ ഒരു 4 മണിക്കൂർ കൂടുമ്പോൾ ഒന്ന് കയറി നോക്കി ഒരു സ്വിച്ച് മാത്രം നോക്കി പോകേണ്ട പ്രൊജക്റ്റുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രൊജക്റ്റുകൾ കളിക്കണമെങ്കിൽ ടൈം പോവില്ല, പക്ഷേ വാല്യൂം കൂടുതലുണ്ട്, അധികം പ്ലെയേഴ്സും കുറവുള്ള പ്രൊജക്റ്റുണ്ട്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറാം. ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട്. അവിടെ നിന്ന് കയറിയിട്ട് ഈ ബാക്കിയുള്ള ഗെയിംസും അല്ലെങ്കിൽ ബാക്കിയുള്ള എയർ ഡ്രോംസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, പ്ലേ ചെയ്ത് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.